ഇന്ത്യൻ തീരത്തെ 10,800ഓളം മനുഷ്യജീവനുകൾ അപഹരിച്ച സുനാമിക്കെന്ന് 20 ആണ്ട്. 14 രാജ്യങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി റാഞ്ചിയെടുത്തത് 2,28,000ഓളം ജീവനുകളാണ്. ക്രിസ്മസ് സുനാമി, ഇന്തോനേഷ്യൻ സുനാമി എന്നിങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മഹാപ്രകൃതിഭാസം കണ്ണീരിലാഴ്ത്തിയത് വലിയൊരു മനുഷ്യ സമൂഹത്തെയാണ്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തീരജനത കടലിന്റെ ഭീകരത എന്തെന്ന് തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു 2024 ഡിസംബർ 26. ആഞ്ഞടിച്ച തിരമാലകൾ തകർത്തെറിഞ്ഞത് 2.25 ലക്ഷത്തിലേറെ ജനതയുടെ സ്വപ്നങ്ങളും ജീവിതവുമാണ്. 14ഓളം രാജ്യങ്ങൾ സുനാമിയുടെ തീവ്രത അറിഞ്ഞു. ഇന്തോനേഷ്യൻ തീരത്തെ സുമാത്ര ദ്വീപുകൾക്ക് സമീപം ആഴക്കടലിൽ 9.3 വരെ തീവ്രതയിൽ പ്രകമ്പനം സൃഷ്ടിച്ച ഭൂകമ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആർത്തലയ്ക്കുന്ന തിരമാലകളായി രാക്ഷസ രൂപത്തിൽ തമിഴ്നാട്, ആന്ധ്ര, കേരള തീരങ്ങൾ നാശം വിതച്ചു. രാവിലെ 7:58 ഭൂകമ്പം രേഖപ്പെടുത്തിയത്. ഉച്ച കഴിഞ്ഞതും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും തീരങ്ങളിൽ തിരമാലകൾ ആർത്തലച്ചു. കൊല്ലം, ആലപ്പുഴ, കൊച്ചി വരെയുള്ള കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിലും തിരമാലകൾ വീശിയടിച്ചു. തുറമുഖമെന്ന് അർത്ഥമാക്കുന്ന TSU എന്ന 3 അക്ഷരം സൂചിപ്പിക്കുന്ന സു എന്ന വാക്കും തിരമാല എന്നർത്ഥം വരുന്ന നാമി എന്ന ജപ്പാൻ വാക്കും ചേർത്താണ് ഭീമൻ തിരമാലകൾക്ക് സുനാമി എന്ന പേര് വന്നത്. 10 നില കെട്ടിടത്തോളം ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി. കിലോമീറ്ററുകളോളം തീരമേഖലയിലേക്ക് തിരമാല കുതിച്ചു കയറി. അലറി വന്ന തിരമാലകൾ പിന്നീട് പിൻവാങ്ങി. രക്ഷാപ്രവർത്തനത്തിനെത്തിയ വോളണ്ടിയർമാർ ഉയരമുള്ള വൃക്ഷങ്ങളിൽ നിന്ന് പോലും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10,800ഓളം ജീവനുകൾ പൊലിഞ്ഞു. 5000-ലേറെ മനുഷ്യരെ കാണാതായി. തകർന്നടിഞ്ഞ മീൻപിടുത്ത ബോട്ടുകളും തലകീഴായി മറിഞ്ഞ ചെറു യുദ്ധക്കപ്പലുകളും ദുരന്തത്തിന്റെ അന്ത്യക്കാഴ്ചകളായി. മനുഷ്യജീവനുകളുടെ രക്ഷയ്ക്കായി സായുധസേന കുതിച്ചെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫർ കപ്പലുകൾ കപ്പൽചാലുകളിൽ നിരീക്ഷണം നടത്തി. തകർന്നടിഞ്ഞ ബോട്ടുകളും കപ്പലുകളും ഒന്നൊന്നായി മാറ്റി സമുദ്ര ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണിക്കൂറുകൾക്കകം ഇന്ത്യൻ നാവികസേനയുടെ വിമാനം രക്ഷാദൌത്യവുമായി ശ്രീലങ്കയിൽ പറന്നിറങ്ങി. അന്നുവരെ കണ്ട ദുരന്ത നിവാരണ സംവിധാനങ്ങളെ സമഗ്രമായി പരിഷ്കരിച്ച ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിക്കപ്പെടുകയും ചെയ്ത സമാനതകളില്ലാത്ത മഹാദുരന്തമായിരുന്നു സുനാമി ലോകത്തിന് മുന്നിൽ വെച്ചത്. എന്നാൽ ഇന്നും ദുരന്തത്തിന്റെ ബാക്കി കേരളത്തിൽ പോലും തുടരുകയാണ്. ധനസഹായം നിഷേധിക്കപ്പെട്ട നിരവധി മനുഷ്യർ തോരാത്ത കണ്ണീരുമായി ഇന്നും കഴിയുന്നുണ്ട്. ഈ 20-ാം വർഷത്തിലെങ്കിലും അവരുടെ യാതനകൾക്ക് പരിഹാരമുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ജനം.